ഈ തോമസ് ആൽവ എഡിസണും ഹെൻറി ഫോർഡും എൻ്റേതിന് നിൻ്റേതാക്കിയ ഒരു കഥ കേട്ടിട്ടുണ്ടോ? 1896 എഡിസൺ ഒരു കാറിൻ്റെ നിർമ്മാണത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു. ഒരു കാർ കണ്ടുപിടിച്ച് പുതുതായ രീതിയിൽ ഉണ്ടാക്കുക. തൻ്റെ ഒരു സുഹൃത്തിനോട് ഈ ആശയം പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എഡിസന്റെ ഇലുമിനേറ്റിംഗ് കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു കാറിൻ്റെ നിർമ്മാണം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. പിന്നീട് ഒരിക്കൽ കമ്പനിയുടെ ഒരു പാർട്ടി മീറ്റിംഗിൽ വെച്ച് എഡിസൺ ആ യുവാവിനെ കണ്ടു. അവൻ്റെ പേരാണ് ഹെൻറി ഫോർഡ്. പുതിയൊരു കാർ നിർമ്മിക്കാനുള്ള തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് ഫോർഡ് പറഞ്ഞപ്പോൾ താൻ പാതി വഴി വരെ എത്തിയ തൻ്റെ കാർ നിർമ്മാണത്തെക്കുറിച്ച് പറയാതെ എഡിസൺ പറഞ്ഞു, മുന്നോട്ട് പോവുക, ഗോ ഹെഡ്. ആ വാക്കിൻ്റെ കരുത്തിൽ ഫോർഡ് പരീക്ഷണം തുടർന്നു. 1903 ഹെൻറി ഫോർഡ് മോട്ടോർ കമ്പനി തുടങ്ങി. വൈകാതെ കാർ നിർമ്മാണത്തിലൂടെ ഫോർഡ് കോടീശ്വരനായതാണ് ചരിത്രം. അങ്ങനെയിരിക്കെ 1914 എഡിസന്റെ പരീക്ഷണശാല മുഴുവൻ കത്തിച്ചാമ്പലായി. അന്ന് എഡിസന് 67 വയസ്സാണ്. സാമ്പത്തികമായി തകർന്ന തരിപ്പണമായ എഡിസന് മുന്നിൽ $7.5 ലക്ഷം ചെക്കുമായി സഹായിക്കാനെത്തിയത് ആരാന്നറിയോ? അതേ ഹെൻറി ഫോർഡ്. കഴിഞ്ഞില്ല. 1916 ഫോർഡ് എഡിസൺ താമസിക്കുന്ന വീടിൻ്റെ അടുത്തേക്ക് തൻ്റെ താമസം മാറ്റി. ജീവിത അവസാനം വരെ എഡിസന്റെ സഹായിയായും സംരക്ഷകനായും കൂട്ടുകാരനായും ഫോർഡ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് എവിടെ വെച്ചാണ് നമ്മൾ ചേർത്ത് പിടിച്ച ഒരാൾ, നമ്മൾ വളർത്തിയ ഒരാൾ നമ്മൾ തകർന്നു വീഴുമ്പോൾ നമ്മളെ സഹായിക്കാനുണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ബോധത്തിൻ്റെ വെളിച്ചമാണ് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കേണ്ടത്. വളർന്നു വരുന്ന നമ്മുടെ മക്കളിൽ നമ്മൾ നിറച്ചു കൊടുക്കേണ്ടത്.